ഗായ്സ്, ഞാൻ ഒരു പരീക്ഷണത്തിലാണ്. ഇത് സക്സസ് ആയ റെസിപ്പി വരുന്നതായിരിക്കട്ടെ. എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. ഇതെന്താണെന്ന് വെച്ചാൽ പപ്സാണ്. പപ്സ് എന്ന് പറഞ്ഞാൽ മസാല നമ്മൾ ചേർത്തിട്ടില്ല. അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഒരു കവറിങ് ഉണ്ടല്ലോ, ആ ഷീറ്റിൻ്റെ ഒരു പ്രിപ്പറേഷനായിരുന്നു. അപ്പോൾ അത് സക്സസ് ആയി കഴിഞ്ഞാൽ പിന്നെ മസാല വെച്ചിട്ട് നമുക്ക് വേറെ ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒരു ട്രയലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓവനിൽ വെക്കാമെന്ന് വെച്ചാൽ കൂടെ കറണ്ടില്ല എന്നല്ല, ബാറ്ററി വർക്കിംഗ് ആണ്, പക്ഷെ കറണ്ടില്ല. പിന്നെ നല്ല മിന്നലുണ്ട് പുറത്ത്. അപ്പോൾ അത് കാരണം നമുക്ക് ഓവൻ യൂസ് ചെയ്യാനായിട്ടും പറ്റില്ല. കറണ്ട് വന്ന് ഇടിമിന്നലൊക്കെ മാറിയാൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഗ്യാസിൽ വെച്ച് നോക്കിയത്. ഒരു സെക്ഷൻ ഉണ്ട്, ഇനിയൊരു സെക്ഷൻ ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ട്. അപ്പം കറണ്ട് വന്ന് ഇടിമിന്നലൊക്കെ കണ്ടോ, നല്ല മിന്നലല്ലേ. ഇടിമിന്നലൊക്കെ മാറി കഴിഞ്ഞിട്ട് വേണം ഓവനിൽ ഒരു പരീക്ഷണം നടത്താൻ. എനിക്ക് തോന്നുന്നു ഏകദേശം സക്സസ് ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കണ്ടിട്ട് കാണിച്ചു തരാം കേട്ടോ ലാസ്റ്റ്. സോ ഗായ്സ്, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല, കാരണം ഇവിടെ നല്ല മഴയാണ്. അപ്പോൾ ഞാൻ പപ്സിൻ്റെ ഞാൻ പറയില്ലേ കവറിങ്, അതിതാ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് മുട്ട ഇല്ല, അതുകൊണ്ടിട്ട് മീതെ മുട്ടയല്ല ബ്രഷ് ചെയ്തിരിക്കണേ, പാലാണ് ബ്രഷ് ചെയ്തത്. സോ ഞാൻ കണ്ടോ, എൻ്റെ ഉള്ളിൽ ഞാൻ മസാല ഒന്നും വെച്ചിട്ടില്ല. അപ്പം കാണിച്ചു തരാം. നല്ല ചൂടുണ്ട്. മസാലയൊന്നും വെച്ചിട്ടില്ല. നല്ല ചൂട്. അപ്പം ഞാനിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. ഇതിൻ്റെ ശരിക്കുള്ള റെസിപ്പി വരുന്നതായിരിക്കും ഗൈസ്. ഓക്കെ, വളരെ ഈസിയൊക്കെയാണ് ഉണ്ടാക്കാൻ, പിന്നെ മെനക്കെട്ട് എന്നാലും ഉണ്ട്. എന്നാലും നമുക്ക് വീട്ടിൽ തന്നെ പപ്സ് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ വളരെ നല്ല കാര്യമല്ലേ. കണ്ടോ, ലയേഴ്സൊക്കെ ഉണ്ട്. കണ്ടോ, അടിപൊളി. ഓക്കെ, ഇനി ഞാനിത് ഓവനിൽ വെക്കുന്നത് കാണിച്ചു തരാം. ഓക്കെ, നമ്മുടെ പപ്സ് പേസ്റ്റ് അടിപൊളിയുണ്ടാ? എങ്ങനെയുണ്ട്? അടിപൊളിയാ? ചൂടാ. Making pastry puffs. ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ മസാല ഉണ്ടെങ്കിൽ നടുവിൽ വെച്ച് കൊടുത്തിട്ട് മടക്കുക. അതല്ലെങ്കിൽ മസാല ഇവിടെയാണെങ്കിൽ ഇങ്ങനെ മടക്കി കൊടുക്കുക. അതല്ല നടുവിലാണെങ്കിൽ ഇങ്ങനെ 4 ഭാഗം സെൻറ്ററിലേക്ക് കൊണ്ടുവന്നിട്ട് മടക്കി. ഇപ്പോൾ നമുക്ക് മസാലയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങനെ എടുക്കണമെന്നുള്ളൂ. ഇങ്ങനെ കട്ട് ചെയ്ത് ഇതിൻ്റെ മീതെ എഗ്ഗ് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ എഗ്ഗില്ലാത്തതുകൊണ്ട് പാല് ബ്രഷ് ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ ഓവനിൽ വെച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ ഗ്യാസിൽ വെച്ചില്ലേ, ഇതിപ്പോൾ ഓവനിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. സോ ഗായ്സ്, അങ്ങനെ നമ്മൾ ഓവനിൽ വെച്ചിട്ടുള്ള പപ്സിൻ്റെ സംഭവം കേട്ടോ. കണ്ടോ, റെഡി ആയിട്ടുണ്ട്. കണ്ടോ,
അപ്പോൾ ശരിക്കുള്ള റെസിപ്പി പിന്നെ ഞാൻ ഇടാം കേട്ടോ. ഇതൊരു ട്രയലായിരുന്നു. ഓക്കെ. ഗൈസ്, ഞങ്ങളിപ്പോൾ ഉള്ളത് എവിടെയാണ്? ചെമ്പകശ്ശേരി സിനിമ തിയേറ്റർ. അതായത് ആക്ച്വലി ഇന്ന് സാറ്റർഡേ നൈറ്റാണ്. സോ ഞങ്ങൾ സാറ്റർഡേ നൈറ്റ് മൂവി കാണാൻ വന്നിരിക്കുകയാണ് ചെമ്പകശ്ശേരി സിനിമ തിയേറ്റർ. ഓക്കെ. ഇവിടെ നല്ല തിരക്കാണ്. ഫുൾ വണ്ടി റോഡിൽ. അവിടെ തിയേറ്ററിൻ്റെ അവിടേക്ക് ഫുൾ വണ്ടികളാണ്. അതായത് ഇപ്പോൾ മുഴുവനും എന്താ റോഡിലുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ ഗൈസ്, നല്ല തിരക്കാണ് ഇവിടെ. മുഴുവനും വണ്ടികൾ ഇതാ ഇവിടെ റോഡ് സൈഡിൽ ഒതുക്കിയിട്ടിരിക്കുകയാണ്. പാർക്ക് ചെയ്തിരിക്കുന്നുണ്ടോ? റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിരിക്കുകയാണ് വണ്ടികൾ മുഴുവൻ. അതിൻ്റെ അകത്ത് മുഴുവൻ. ഇത് ചെമ്പകശ്ശേരി എൻ്റെ ഉള്ളിലാട്ടോ തിയേറ്റർ തന്നെ. അവിടെ നിറയെ വണ്ടികളാണ്. എനിക്ക് തോന്നുന്നു വേറെ സിനിമ കഴിഞ്ഞിട്ടില്ല തോന്നിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം ഇത്രയും തിരക്ക് അവിടെ. പിന്നെ സാറ്റർഡേയും കൂടി ആയതുകൊണ്ട് തിരക്കുണ്ടാവാം മേ ബി. സാറ്റർഡേ നൈറ്റിന് ഇത്രയധികം തിരക്കോ? കണ്ടോ, സിനിമ വിട്ടിട്ടേ ഉള്ളൂ. കണ്ടോ, ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. കാറുകളൊക്കെ മൂവ് ചെയ്യാൻ തുടങ്ങി. നല്ല തിരക്കാ റോഡിൽ. ആ ഭാഗത്ത് സ്ഥലമുണ്ട് കേട്ടോ, എനിക്ക് തോന്നണേ. അവിടെ നിന്നൊക്കെ വണ്ടികളൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. ഏത് സിനിമയായിരിക്കും? കാന്താര തന്നെ ആയിരിക്കും ഇവർ കണ്ടിട്ടുണ്ടാവുക. കാന്താര നല്ല അടിപൊളി പടാമെന്നുള്ളത് വിക്രം പറഞ്ഞു. ഞാൻ കണ്ടില്ല. ഒരു പ്രാവശ്യം കൂടി വിക്രമിനെ കാണാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ പോയി കണ്ടു. അടിപൊളി പടമാണ് കാന്താര എന്ന് പറഞ്ഞത്. കാന്താര എന്നല്ലേ? ഞങ്ങളിപ്പോൾ സാറ്റർഡേ നൈറ്റ് കാണാൻ വന്നതല്ലേ.